ലൈബ്രറിയിൽ പോയാൽ ബുക്ക് ഇഷ്യൂ ചെയ്യുന്നതും റിട്ടേൺ ചെയ്യുന്നതും ഒക്കെ മാനുവൽ പ്രോസസ്സാണ്. പക്ഷെ ഇന്ന് നമ്മൾ നിൽക്കുന്നത് കേന്ദ്രീയ വിദ്യാലയ പദ്ധതിയാണ്. അവിടെ ഇതൊക്കെ ചെയ്യാനൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഇത് കൂടാതെ വേൾഡ് പ്രസ് പോലൊരു സാധാരണ ബ്ലോഗിംഗ് സൈറ്റ് ഉപയോഗിച്ച് എന്തൊക്കെ സേവനങ്ങളാണ് അവർ കുട്ടികൾക്ക് എത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇതൊക്കെ നമുക്ക് ഫൈൻഡ് ചെയ്യാം. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ആരംഭിച്ച ലൈബ്രറി ഓട്ടോമേഷൻ, സ്കൂൾ ലൈബ്രറി ഓട്ടോമേഷൻ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂൾ ലൈബ്രറി ഓട്ടോമേഷൻ ഉദ്ദേശിക്കുന്നത് സ്കൂൾ ലൈബ്രറിയുടെ സർവീസുകളെല്ലാം ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ സർക്കുലേഷൻ, അതായത് ബുക്ക് ഇഷ്യൂ ചെയ്യുക, റിട്ടേൺ ചെയ്യുക എന്നുള്ളത്. ബുക്ക് സെർച്ചിങ്, എങ്ങനെ ബുക്ക് സെർച്ച് ചെയ്യാം, ആര് ബുക്ക് എടുത്തു, ആര് റിട്ടേൺ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ദാറ്റ് ഈസ് മീൻസ് വി ആർ യൂസിങ് ഓൺലൈൻ പബ്ലിക് ആക്സസ് കാറ്റലോഗ്. ഏർലിയർ വി വർ യൂസിങ് കാർഡ് കാറ്റലോഗ്സ്. പഴയ ലൈബ്രറികളെല്ലാം കാർഡ് കാറ്റലോഗ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൺലൈൻ കാറ്റലോഗാണ്. കേന്ദ്രീയ വിദ്യാലയ ലൈബ്രറികൾ ആദ്യമായിട്ട് സ്കൂൾ ലൈബ്രറി ഓട്ടോമേറ്റ് ചെയ്തത് കേന്ദ്രീയ വിദ്യാലയ പട്ടം ലൈബ്രറിയാണ്. ഈ ലൈബ്രറി കമ്പ്യൂട്ടറൈസ് ചെയ്തതോടുകൂടി നമുക്ക് കൂടുതൽ ബുക്സിനെ നമുക്ക് ഒരു കടയിൽ തന്നെ ചെന്നാലും എന്തൊക്കെ ബുക്സ് അവൈലബിൾ ആണ് എന്ന് നമുക്ക് മൊത്തം പൂർണ്ണമായിട്ട് ഇത് കിട്ടത്തില്ല. പക്ഷേ ലൈബ്രറിയിൽ ഇത് നമുക്ക് ശരിക്കും ആ ഒരു നമ്മുടെ അവൈലബിൾ നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് ശരിക്കും പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ വെബ്സൈറ്റിലൂടെ നമുക്ക് നമ്മുടെ ടീച്ചേഴ്സിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ സ്കൂളിൽ വെച്ച് തന്നെ നമുക്ക് ശരിക്കും നമുക്ക് ഡൗട്ടൊന്നും പറഞ്ഞു തരാൻ അവർക്ക് സമയം കാണത്തില്ല. അപ്പം വീട്ടിൽ വെച്ചായാലും നമുക്ക് ഈ വെബ്സൈറ്റിൽ കയറിയ ടീച്ചേഴ്സുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അവർക്ക് നമ്മുടെ ഡൗട്ട്സ് ഒക്കെ ശരിക്കും ക്ലിയർ ചെയ്ത് തരാൻ പറ്റും. exclusively for homeworks and assignments. അതായത് കുട്ടികളുടെ സ്കൂളിൽ വരാത്ത ടൈമിൽ, ഇപ്പോൾ ഇൻ കേസ് ഓഫ് ഇൽനസ്, ഏതെങ്കിലും കണ്ടീഷനിൽ സ്കൂളിൽ വരാതാവുന്ന അവസ്ഥയിൽ ഹോംവർക്സ് കുട്ടികളുടെ അടുത്ത് എത്തിക്കുക, ഓൺലൈനായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഓൺലൈൻ വഴി, അതായത് ഈ ബ്ലോഗ് പ്ലാറ്റ്ഫോം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഹോംവർക്സും അസൈൻമെന്റ്സും പിന്നെ പർട്ടിക്കുലർ ക്ലാസ്സസ് ആൻഡ് പർട്ടിക്കുലർ സബ്ജക്ട് ബൈ പർട്ടിക്കുലർ ടീച്ചർ എല്ലാം ഞങ്ങൾ ഓൺലൈനായിട്ട് കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ഓൺലൈൻ ഹോംവർക്സ് ആൻഡ് അസൈൻമെന്റ്സ് ഓൺലൈൻ. ഈ മാഗസിൻ ഉണ്ട്. അതുവഴി സ്കൂളിലെ പല ആക്ടിവിറ്റീസ് ഒക്കെ അറിയാനും അങ്ങനെയൊക്കെ നമുക്ക് പറ്റുന്നുണ്ട്. നല്ലൊരു വർക്ക് കുട്ടികളുടെ ഓവറോൾ ടാലൻസ് അതൊക്കെ ഡെവലപ്പ് ചെയ്യാനും അതൊക്കെ ഇവിടെ എക്സിബിറ്റ് ചെയ്യാനും നല്ലോണം പറ്റുന്നുണ്ട്. ഞങ്ങളുടെ പല എന്താ പറയുക പെയിന്റിങ്, ഞങ്ങൾക്ക് നേരത്തെ ഞങ്ങൾ എങ്ങനെയാ സ്കൂളിൽ അറ്റൻഡ് ചെയ്തിരുന്നത്, ഞങ്ങൾ പുറത്തും ഒരുപാട് പേരെ അതിനു വേണ്ടി ഡിപ്പെൻഡ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫ് തന്നെ ഞങ്ങൾക്ക് വലിയൊരു സപ്പോർട്ട് തരുന്നുണ്ട്. ഞങ്ങളെ മുന്നോട്ട് പോകാൻ പഠിത്തത്തിൽ മാത്രമല്ല ബാക്കി ഞങ്ങൾക്ക് ഈ വെബ്സൈറ്റ് ഈ മാഗസിനിലൂടെ ഞങ്ങളുടെ പല സൃഷ്ടികളും, അതായത് കവിത, കഥ, ഞങ്ങളുടെ പെയിന്റിങ്സ് ഒക്കെ ഇതിലുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ട്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ബുക്ക് സ്പെസിഫിക് ആയിട്ട് സെലക്ട് ചെയ്യാനും ഒക്കെ എന്താ പറയുക വലിയൊരു മെച്ചമാണ്. ഞങ്ങൾക്ക് ഒരുപാട് മുന്നോട്ട് ഞങ്ങളുടെ പഠിത്തവും ബാക്കി എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ ഇത് നല്ലോണം ടീച്ചേഴ്സും ഒക്കെ കൂടെ ഞങ്ങളിത് നല്ലോണം സഹായിക്കുന്നുണ്ട്. By making use of the open sources, that is we have like wordpress.com and all, we can develop websites which can give information about the books, all the new arrivals and all the information about the library, and it will help to encourage the reading habit of the child. And this we have seen in our Vidyalaya, that is after the automation of the library and after the development of the website, we have seen many children are encouraged to come forward and find out
what is there in the library. Earlier they had no clue which books are there or what is available. Now within a finger touch they can get all the information about all the books that is available in the, even a small child, class 4 child, as one of my teacher was telling, she asked her son to just go and get one chemistry book of class 12 for her, and within a minute he went, he searched the thing, and he got the book in a very short time. It becomes very convenient, and it also encourages reading habit, and also the creativity of the child can also be developed in this way. ഒരു സാധാരണ ബ്രോഡ്ബാൻഡ് സൈറ്റ് ഉപയോഗിച്ച് ഒരു സ്കൂൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടല്ലോ. ഇതുപോലെ എവിടെയൊക്കെ ടെക്നോളജി ഉപയോഗിക്കാമോ അവിടെയൊക്കെ അത് പരമാവധി പ്രയോജനപ്പെടുത്തണം. On that good note, see you next week. Bye bye.